പോൺസിൽ നിന്ന് ഈ ഗ്ലൂട്ടാത്തയോൺ വരെയുള്ള ട്രാൻസിഷൻ? See, ഞാൻ പറയുന്നത് ഇതിൻ്റെ എല്ലാം കാതലായ ഒരു ഘടകം എന്ന് പറയുന്നത് ഈ സെൽഫി യുഗമാണ്, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ യൂസേജ് ആണ് എന്നുള്ളതാണ്. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് നമ്മളുടെ ഇടയിലുണ്ട്. അതെ. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ്, അത് ഡോക്ടേഴ്സ് ആവട്ടെ, അല്ലെങ്കിൽ നോർമൽ പബ്ലിക് ആവട്ടെ, അല്ലെങ്കിൽ പെൺകുട്ടികൾ, അങ്ങനെ ഒരുപാട് പേര്, ഈ സെലിബ്രിറ്റീസ്. അപ്പോൾ ഇവരൊക്കെ അവരുടെ ബ്യൂട്ടി സീക്രട്സ് വെളിപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ നമ്മളെല്ലാവരും അത് ഫോളോ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. സോ ഇതൊരു നല്ല ട്രെൻഡാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കണക്കിന് ഒരു നല്ല ട്രെൻഡാണ്. കാരണം മുമ്പ് നമ്മൾ മലയാളികളുടെ ഏറ്റവും വലിയ സൗന്ദര്യം, അല്ലെങ്കിൽ എന്ത് അസുഖത്തിനും അല്ലെങ്കിൽ എന്ത് സൗന്ദര്യത്തിനും നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ ഇടാന്നുള്ളതാണ്. അതെ അതെ അതെ. അതായത് മുഖം ഡ്രൈ ആണോ വെളിച്ചെണ്ണ ഇടുക, സൗന്ദര്യം വേണോ വെളിച്ചെണ്ണ ഇടുക. അപ്പോൾ വെളിച്ചെണ്ണ മാത്രമായിരുന്നു നമ്മളുടെ ഒരു ആർഭാടം എന്നുള്ളത്. അതിൽ നിന്ന് നമ്മൾ ഒരുപാട് മാറി. പക്ഷേ നമ്മൾ ഒരു തരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മലയാളികളെല്ലാം വളരെ വളരെ സുന്ദരന്മാരും സുന്ദരികളായി എന്നുള്ളതാണ്. സോ ദിസ് ഇസ് ഇൻ എ വേ ഒരു ഗുഡ് ട്രെൻഡ് തന്നെയാണ്. അതെ. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കി തുടങ്ങി എന്നുള്ളത്. പക്ഷേ ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ആർഭാടമായി മാറുന്നുമുണ്ട്. എനിക്ക് അതിൽ ആർഭാടം എന്ന് പറയാൻ തോന്നുന്നത് ഈ ബോട്ടോക്സ് ആൻഡ് ഫില്ലേഴ്സിന്റെ അമിതമായ യൂസേജ് ആണ്. ബോട്ടോക്സിന് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ്. പക്ഷെ ഫില്ലേഴ്സിന്റെ ഈ ഒരു അമിത പ്രസരണം എനിക്ക് അത്ര വലിയ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല.